നമ്മളിന്ന് ഇവിടെ ഒരു ചെറുമീനാണ് കറി വയ്ക്കാൻ പോണത്. ഒരു കൊഴുവ മീൻ എന്ന് പറയും. ഇതാണ് മീൻ. പിന്നെ അതിലേക്ക് വേണ്ട ചേരുവകൾ: മുളക് പൊടി 2 ചെറിയ സ്പൂണ്, അതുപോലെ തന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം വേണം. പിന്നെ തക്കാളി, സബോള ഇതെല്ലാം കൂടി ഞാൻ വഴറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കറിവേപ്പില വേണം. ഒരു തക്കാളി, ഒരു സബോള, കറിവേപ്പില വേണം, പച്ചമുളക് വേണം, ഇഞ്ചി അരച്ചത് വേണം. പച്ചമുളക് 3 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം. അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ഇതിൽ പുളി വേണം. നമ്മൾ കറിയിലൊക്കെ കുടപ്പുളിയാണ് ഇടാറ്. അപ്പൊ ഇതിപ്പോ ചെറുമീനായതുകൊണ്ട് നമ്മൾ വാളംപുളിയാണ് ചേർക്കണത്. അപ്പൊ അത് വെച്ചിട്ട് കറി നമ്മൾ ഉണ്ടാക്കി നോക്കാം. നമ്മളിത് വഴറ്റാനുള്ള എണ്ണ ഒഴിക്കണം. ഇതൊരു സ്പൂൺ എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. ഇതിൽ ഇനിയിപ്പോ ഈ സബോള അരിഞ്ഞു വെച്ചത് ഇതിൽ ചേർക്കണം. അത് വേഗം വരാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു സബോളയാണോ തേങ്ങയൊന്നും അരയ്ക്കാത്ത കറിയാണ്. അപ്പോൾ സബോള വഴറ്റിയിട്ട് തക്കാളി വഴറ്റിയിട്ട് ഇതിൽ മുളകും പൊടി, മല്ലിപ്പൊടിയൊക്കെ ചൂടാക്കി അരച്ചിട്ട് ഇടുമ്പോൾ കറിക്കൊരു കൊഴുപ്പും കൂടി കിട്ടും. അപ്പോൾ തേങ്ങ അരയ്ക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാകുമ്പോൾ തേങ്ങ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഈ തക്കാളി ചേർക്കുമ്പോൾ സവോള ഒരു വിധ ആയിരുന്നു. തക്കാളി ആയി വരുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇടാം. ഇതിലേക്ക് പെരിഞ്ജീരകം ഇടുന്നുണ്ട്. ഇവിടെ മാറ്റി വെച്ചിരുന്ന പെരിഞ്ജീരകം ഒരു ചെറിയ സ്പൂണിൽ ഒരു അര സ്പൂൺ എടുത്തിട്ടുള്ളൂ. ജീരകമൊക്കെ ടേസ്റ്റിന് അനുസരിച്ച് ഇടാം. നമ്മൾ ഇത്ര ചേർക്കുള്ളൂ. കറിവേപ്പിലയുടെ ഈ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർക്കണം. ഇതിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിക്കുക. അത് കുറഞ്ഞു പോയി. അര സ്പൂൺ. ഇത് വഴന്ന് വന്നു. ഇനി ചൂടാറിയിട്ട് ഒന്ന് ജാറിലിട്ട് അടിച്ചെടുത്തിട്ട് മറ്റുള്ള ചേരുവകളൊക്കെ ചേർത്ത് മീനൊക്കെ ഇട്ട് ശരി. അപ്പോൾ തക്കാളി, സബോളയും മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇനി ജാറിലിട്ടിട്ടൊന്ന് അരയ്ക്കണം. അരയ്ക്കുമ്പോൾ നല്ലോണം നല്ല വെണ്ണ പോലെ ഒന്നും അരിയൊന്നും വേണ്ട.
ഒരു വിധം ഒന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ ഇത് ജാറിലിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ. മുളകും പിന്നെ മല്ലി, മഞ്ഞളും, തക്കാളി, സവോള എല്ലാം വഴറ്റി. ഇനി പച്ചമുളക്, ഇഞ്ചി ഒക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിൽ ചേർക്കാം. ഇനി അരച്ച് വെച്ച് അരവ് ഇതിൽ ചേർക്കാം. എത്ര ഗ്ലാസ് വെള്ളം ഒഴിച്ചു? വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ചാൽ മതി. നിങ്ങൾ എത്ര ഗ്ലാസ് ഒഴിച്ചു? ഞാനൊരു 2 ഗ്ലാസ് ഒഴിക്കുന്നുണ്ട്. ഇത് എല്ലാം കൂടി കലക്കുക. ഉപ്പ് ചേർക്കാം. നമുക്ക് കുറച്ച് അതിലിട്ടുണ്ടല്ലോ, ഇട്ടുമ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. ഈ പുളിവെള്ളം. പുളി ചെറുമീനായതുകൊണ്ട് കുടപ്പുളി എടുത്തില്ല, വാളംപുളി എടുത്തില്ല. ഇതെല്ലാം കൂടി തിളച്ചിട്ട് മീനിടാം, തിളയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിലൊരു സ്പൂണ് ഫിഷ് മസാല ഇടുക. അപ്പോൾ ഒന്നും കൂടി ചാറിനൊരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. തേങ്ങ അരക്കാത്തല്ലേ. അപ്പോൾ ഇതിപ്പോൾ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഫിഷ് മസാല. കറിയൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ മീനിൻ്റെ ചാറ് നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മീൻ ഇതിലേക്ക് ചേർക്കുക. അത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനാണ്. കുറച്ച് നേരം ഇരുന്ന് മീനൊന്ന് വേവട്ടെ. കറിയൊക്കെ നന്നായി വറ്റി മീനൊക്കെ വെന്തതെല്ലാം ശരിയായിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഇത്തിരി എണ്ണ ഒഴിച്ച് പാൻ വെച്ച് ഇത്തിരി ഉള്ളി, ചെറിയ ഉള്ളി അതൊക്കെ കാച്ചി കറിയിലൊന്ന് ഒഴിക്കണം. അപ്പം അതിന് വേണ്ട പാൻ വെച്ച് ഇതിന് വേണ്ട വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. 2 ചെറിയ ഉള്ളിയാണ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കഷ്ണങ്ങൾ ചെറുതായി അരിഞ്ഞു. ഇത്തിരി ഉലുവ, ഒരുപാടൊന്നുമില്ല, 4-5 മണി. കറിവേപ്പില, ഒരു ഇത്തിരി മുളക് പൊടി, ഇതെല്ലാം കൂടി കറിയിലേക്ക് ഒഴിക്കുക. ചെറിയ കൊഴുവ മീൻ വെച്ചിട്ടുള്ള കറി എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അത് വെച്ച് നോക്കണം.